ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കാച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു പുരോഗതി കൊണ്ടുവരുന്നതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നോക്കുന്നത്. ഈ പറയുന്ന ഗൈഡൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇനി അടുത്ത 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളാണ് നിങ്ങൾക്കുള്ളത്. ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. 3 ഗ്രൂപ്പുകളുടെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് മാത്രം സ്വീകരിക്കാം. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ദയവ് ചെയ്ത് തന്നിരിക്കുന്ന നമ്പറിൽ കോൾ ചെയ്യാതിരിക്കുക. വാട്സപ്പ് മെസ്സേജസ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഈ നിമിഷം വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു പുരോഗതി കൊണ്ടുവരാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തതാണ് ഇതിന് മലയാളം വേണമെന്നുള്ളത്. അതാണ് ആ റിക്വസ്റ്റാണ് ഇപ്പോൾ ഞാൻ ഫുൾഫിൽ ചെയ്യുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 1ൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും അവർക്കൊരു ഇനിയുള്ള 6 മാസത്തിനുള്ള ഒരു പുരോഗതി കൊണ്ടുവരാൻ അവരെന്ത് ചെയ്യണം? നിങ്ങളോട് ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വേണം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക്, സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം. ആ വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു. അത് നിങ്ങൾക്ക് ആവശ്യമാണ്. അത് ആഗ്രഹിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിലെ ഭയം, ഓക്കെ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അത് നടന്നില്ലെങ്കിലോ, ഇപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണ്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഇതൊക്കെ ഫോളോ ചെയ്തിട്ടൊന്നും നടന്നില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം, ഇതൊക്കെ വെറുതെ ആവുന്ന തോന്നണേ, അങ്ങനത്തെ ചിന്തകളാണ് കൂടുതൽ വരുന്നത്. നിങ്ങൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ യാതൊരു കാരണവശാലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ശീലമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനാണ് നമ്മുടെ സമൂഹം പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് അവിടുത്തെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്ത് മോശം കാര്യം സംഭവിച്ചാലും അതിനെ നേരിടാൻ തയ്യാറായിരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. പക്ഷേ നെഗറ്റീവായിട്ടുള്ള, പ്രത്യേകിച്ച് ഭാവിയിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നെഗറ്റീവ് ടോണിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ഒരു ഷെയ്ഡിലാണ് കാര്യങ്ങളെക്കുറിച്ച് പറയുക. എപ്പോഴും പോസിറ്റീവായിട്ട് ആരും അങ്ങനെ പറയില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളും അങ്ങനെ കണ്ടീഷൻ ചെയ്ത് വളർന്നതുകൊണ്ടാണ് നടന്നില്ലെങ്കിലോ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ എന്നുള്ള ആ ഒരു ഭയം, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവായി ചിന്തിക്കാൻ നമുക്ക് ആ ഒരു പ്രവണത ഉണ്ടാകുന്നത്. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ശീലമാണ്, നമ്മളെ ശീലിപ്പിച്ചതാണ്. അത് ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമല്ല എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിച്ചു തുടങ്ങുക. ആദ്യം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഞാൻ കേൾക്കുന്നു, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരുത്താനായിട്ട് നിങ്ങൾക്ക് പല അവസരങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഓക്കെ, ലെജിറ്റായിട്ടുള്ള അവസരങ്ങൾ നേരായ വഴി കൂടെ മാത്രം സാമ്പത്തിക സ്ഥിതി ഉയർത്താനായിട്ട് ശ്രമിക്കുക. പക്ഷേ അതേസമയം ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് ചെയ്യേണ്ടതുണ്ടാവും. നല്ല അവസരമായിരിക്കും, പക്ഷേ ആ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ അവസരങ്ങൾ ഒഴിവാക്കാതിരിക്കാം. ഓക്കെ, പിന്നെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം. മാറ്റം വരും, ഈ ഒരു സ്ഥിതിയിൽ മാറ്റം വരും, ഞാൻ ഈ കഷ്ടപ്പെടുന്നതിനൊക്കെ ഒരു ഫലം എനിക്ക് ലഭിച്ചിരിക്കും, അങ്ങനത്തെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളോട് പറയുന്നുണ്ട്, അനാവശ്യമായ ബാധ്യതകൾ, സാമ്പത്തിക ബാധ്യതകൾ അനാവശ്യമായത് എടുത്ത് തലയിലേറ്റാതിരിക്കുക. പിന്നെ നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ പറ്റാത്തതിനപ്പുറമായിരിക്കും നിങ്ങളുടെ ബാധ്യതകൾ. ഓക്കെ, അത് നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പ്രശ്നമില്ല. അപ്പോൾ ചിലവുകളൊക്കെ നിങ്ങൾക്ക് വഹിക്കാവുന്ന ചിലവുകൾ മാത്രം നിങ്ങൾ ചെയ്യുക. പൈസ ചിലവ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച്. പിന്നെ ഈ ലോൺ എടുക്കുക, EMI എടുത്ത് വസ്തുക്കൾ വാങ്ങുക, ആ ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ പറയുന്നു. അത് നിങ്ങൾക്ക് കൂടുതൽ ബാധ്യതയാണ് ഉണ്ടാക്കുക. ഓക്കെ, നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി പുരോഗതി വരണമെങ്കിൽ നിങ്ങൾ ഈ ഒരു EMI എടുത്ത്, ലോൺ എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന, പ്രത്യേകിച്ച് EMI എടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഇപ്പോൾ അത് കച്ചവടക്കാരൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഗ്രൂപ്പ് 1നോട് പറയുന്നത് അത് നിങ്ങൾക്ക് കൂടുതൽ ബാധ്യത ഉണ്ടാക്കും എന്നാണ് പറയുന്നത്.
പിന്നെ അതുപോലെ കടം കൊടുക്കുക, അതൊക്കെ മാക്സിമം ഒഴിവാക്കുക, കടം വാങ്ങുന്നതും ഒഴിവാക്കുക. പിന്നെ മറ്റൊരാൾക്ക് വേണ്ടി ആൾജാമ്യം നിൽക്കുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, പരമാവധി ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ അത് നിങ്ങൾക്കൊക്കെ ഒരു ബാധ്യതയാവാം, നിങ്ങൾക്കത് കൂടുതൽ ഒരു പ്രശ്നത്തിലാകാനായിട്ട് സാധ്യത കാണുന്നു. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു എന്താ പറയുക, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരം വരുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവ് സൈഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കിയെടുക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സജസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു ഐഡിയ വരികയോ ഒക്കെ ഉണ്ടാകാം. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനത്തെ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഐഡിയയുമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അത് വെറുതെ മനസ്സിൽ അതിനെ സൂക്ഷിച്ചു വെക്കാതെ അതും ആ ഒരു കാര്യത്തിന് ഇപ്പോഴേ യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രവർത്തിക്കാൻ പറയുന്നു. കാലങ്ങൾ കഴിഞ്ഞ് ഭാവിയിൽ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കരുത്, ഇപ്പോഴാണ് നിങ്ങളത് ചെയ്യേണ്ടത്, അതിൽ ആക്ഷൻ എടുക്കേണ്ടത് എന്ന് പറയുന്നു. പിന്നെ നിങ്ങളോട് പറയുന്നൊരു കാര്യം, ഉള്ളതിൽ സന്തോഷിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. ഇപ്പം നിങ്ങൾക്കുള്ളതിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റണം. ഓക്കെ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇരുന്നുകൊണ്ട് വേണം നിങ്ങൾ ഇനി ഈ സ്ഥിതിയെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട്. ഇപ്പോൾ പോരാന്ന് പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു ലാക്ക് മെൻറ്റാലിറ്റിയിൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഉള്ളതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുക, ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ സ്ഥിതി, പക്ഷേ ഇതിൽ നിന്ന് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു മെൻറ്റാലിറ്റി, ആ ഇൻറ്റൻഷനോട് കൂടിയിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോഴുള്ള സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടല്ലോ, അതിലെത്തിച്ചേരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഫീലിങ്സ്, വികാരങ്ങൾ, അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സമാധാനമായിരിക്കാം, മനസ്സിനൊരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ആയിരിക്കാം. അത് ഇപ്പോഴത്തെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണോ ആ ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, അക്കാര്യങ്ങൾ കൂടുതലായി ചെയ്യാനായി ശ്രമിക്കാം. ആ ഫീലിങ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ആളുകളുമായിട്ട് കൂടുതൽ നേരം സമയം സ്പെൻഡ് ചെയ്യുക, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ എന്ന് കാണുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. കാരണം നിങ്ങളെ ആ ഒരു കാര്യം, ആ ഒരു ഫീലിങ്സ് നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സ്ഥിതിയുമായിട്ട് അതിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് നിങ്ങൾ കൂടുതൽ എനർജറ്റിക്കലി അലൈൻഡ് ആകുകയും അപ്പോൾ അതിന് വേഗം നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുകയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് കൂടെ പറയുന്നു. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ശരിയാണ്. ഈ പറഞ്ഞ പോലെ മൈൻഡ് സെറ്റിൽ മാറ്റം വരുത്തുന്നതെല്ലാം ശരി തന്നെ, അതൊക്കെ ചെയ്യണം. അതിനോടൊപ്പം നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് ഉണ്ട്, അതും മടി കൂടാതെ നിങ്ങൾ എടുക്കണം. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യേണ്ടതിന് ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വേണം. പ്രത്യേകിച്ച് ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിന് നല്ലോണം ഒരു സ്റ്റാർട്ടിങ്ങിൽ നല്ലോണം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അത് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിയുമ്പോഴാണ് പിന്നെ നിങ്ങൾക്ക് അപ്പോൾ അതൊരു കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എന്തായാലും നിങ്ങൾ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ അത് ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ കരിയറിലൂടെയാണ് നിങ്ങൾ ആ സാമ്പത്തിക സ്ഥിതി ഉയർത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ കരിയറിൽ ഇപ്പോഴുള്ള പൊസിഷനിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിന് നിങ്ങൾ എന്തെങ്കിലും പുതിയ സ്കില്ലുകൾ പഠിക്കുകയോ പുതിയ കോഴ്സുകൾ പഠിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യുക. ഓക്കെ, അതൊക്കെ നിങ്ങളായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് വേണം ചെയ്യാനായിട്ട്, അത് പ്രത്യേകം പറയുന്നു. പിന്നെ ഒരു സൈഡ് ഹസിൽ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്റ്റേബിളായിട്ടൊരു ഇൻകം ഉണ്ട് എങ്കിലും നിങ്ങളോട് പറയുന്നത് ഒരു സൈഡ് ഹസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് റിട്ടേൺ, പ്രത്യേകിച്ച് സൈഡ് ഹസിൽ അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കാര്യമായ ഉയർച്ച പ്രതീക്ഷിക്കരുത്. അതിൽ നിന്നുണ്ടാകുന്ന സാമ്പത്തിക പുരോഗതി എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആണ്, കാലാകാലത്തേക്കുള്ളതാണ്. ഓക്കെ, അതൊരിക്കലും കുറച്ച് നാളത്തേക്ക് മാത്രം നല്ലൊരു ഉയർച്ച ഉണ്ടായി പിന്നെ അങ്ങ് താഴ്ന്നു പോകുന്ന ആ ലെവലിലായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഗ്രാജുവൽ ആയിട്ടാണ് നിങ്ങൾക്ക് പുരോഗതി കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങളോട് അതിനനുസരിച്ച് ക്ഷമ കാണിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ കഴിഞ്ഞൊരു മാസമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, പക്ഷേ ഈ ഒരു മാറ്റവും ഇല്ല അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളൊരു ഡെഡ് ലൈൻ കീപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. പക്ഷെ ആ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം, ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഇതിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച ഉണ്ടാകും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ആശ്രയിക്കാൻ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് ഗൈഡ് ചെയ്യും. ഇപ്പോൾ ജോലിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ്സിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ബിസിനസ് ചെയ്യുന്നതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഐഡിയ ഇങ്ങനെ തന്നെ വരിക മനസ്സിലായി. ഓക്കെ, ഈ ഒരു കാര്യം ചെയ്യാലോ, അത് നല്ലൊരു ഐഡിയ അല്ലേ, നല്ലൊരു ബിസിനസ് അല്ലേ, അങ്ങനെയൊക്കെ ഒരു തോന്നൽ വന്നാൽ അതിന് ചുമ്മാ വിട്ട് കളയരുത്. ഓക്കെ, അത് കൃത്യമായിരുന്ന് ആലോചിച്ച് ആ ഒരു ബിസിനസ് സാധ്യതകളൊക്കെ നോക്കി നിങ്ങൾ അതിന്മേൽ ആക്ഷൻ എടുത്ത് തുടങ്ങുക. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് ആണ്. നിങ്ങൾ ഈ വഴി കൂടെ ഈ ഒരു പ്രത്യേക മാർഗം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കൂ, നിങ്ങൾക്ക് അത് സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം കൊണ്ടുവരും എന്നുള്ളത്. അപ്പോൾ ആ അങ്ങനെ കിട്ടുന്ന ഗൈഡൻസസ്, ഡൗൺലോഡ്സിനെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ആക്ഷൻ എടുക്കേണ്ടതിന് ആക്ഷൻ എടുക്കുക തന്നെ വേണം.
ഓക്കെ, അത് തന്നെ ഓക്കെ, നല്ല ഐഡിയ ആണ്. പിന്നെ എപ്പോഴെങ്കിലും ആവാം എന്ന് പറഞ്ഞ് വിട്ടുകളയാതിരിക്കാം. പിന്നെ മാറ്റങ്ങൾ കാണുന്നുണ്ട്, അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ആ മാറ്റം തുടക്കത്തിൽ നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ അത് പുരോഗതി കൊണ്ടുവരുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആ മാറ്റങ്ങൾക്ക് സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ഈ പെട്ടെന്നുള്ള മാറ്റങ്ങൾ, ഒരു എന്താ പറയുക ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നത്. അതിനെ നിങ്ങൾ അനുവദിക്കണം. യൂണിവേഴ്സിന്റെ പ്ലാൻ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നൊരു വിശ്വാസവും ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ ഇനി വരുന്ന 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു പുതിയ തുടക്കം തന്നെ കാണുന്നുണ്ട്, ഒരു വിജയത്തിന്റെ തുടക്കം എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ ഒരു ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു വിജയം നിങ്ങൾ നേടുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ സംബന്ധിച്ച് അതൊരു വിജയമാണ് എന്ന് കാണുന്നു. പുതിയ തുടക്കം, 2 കാർഡും പറയുന്നത് ഒരേ കാര്യം തന്നെ, പുതിയ തുടക്കം. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട്. അപ്പോൾ അതായത് സാമ്പത്തിക സ്ഥിതിയിൽ ആ ഒരു വരുന്ന അപ്ഗ്രേഡ് എന്ത് തന്നെയാണോ നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്ന ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിനൊരു പുതിയ ഒരു എന്താ പറയുക ഒരു റിഫ്രഷിങ് എനർജി, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫ്രഷ് ചാപ്റ്റർ എന്നുള്ള ഒരു ഫീലാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, ഒരുപാട് സാധ്യതകൾ നിങ്ങളെ തേടി വരുന്നത് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ആ ഒരു ഇനിയുള്ള 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി ഉണ്ടാകുന്നതോട് കൂടെ തന്നെ കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതിനും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആവുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു അഭിമാനം നിങ്ങളിൽ തന്നെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. കരിയർ വൈസ് ആയിരിക്കാം, നിങ്ങൾ എടുക്കുന്ന ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നു. ഒരു സർപ്രൈസ് എലമെന്റ് ആണ് എനിക്ക് കിട്ടുന്നത്. അതെ, അപ്രതീക്ഷിതമായിട്ടുള്ള ചില നല്ല വാർത്തകൾ. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന, നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നേടിത്തരുന്ന തരത്തിലുള്ള നല്ല കമ്മ്യൂണിക്കേഷൻസ്, നല്ല വാർത്തകളൊക്കെ നിങ്ങൾ കേൾക്കാൻ ഇടവരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സ്റ്റക്ക് എനർജി ഉണ്ടല്ലോ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സ്റ്റാഗ്നൻസി, അതിൽ നിന്ന് നിങ്ങൾ എന്തായാലും മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പുരോഗതി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായിട്ടുള്ള പുരോഗതി ആയിരിക്കണം എന്ന് ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. ഓക്കെ, ഇപ്പോൾ ഉള്ളതിനേക്കാളും പെട്ടെന്ന് അങ്ങോട്ട് ഒരു കാര്യമായൊരു ചേഞ്ച് ആയിരിക്കില്ല, പക്ഷെ ഗ്രാജുവലി അതിങ്ങനെ കൂടുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അത് ആ മാറ്റത്തിനോട് നിങ്ങൾ സംതൃപ്തരായിരിക്കണം. ഓക്കെ, നിങ്ങൾ ആ ഒരു മാറ്റത്തിനെ നിങ്ങൾ അക്നോളജ് ചെയ്യണം. പിന്നെ മാത്രമല്ല, നെഗറ്റീവ് തോട്ട്സ് ഒന്നും ഞാൻ കാണുന്നില്ല നിങ്ങളിൽ. നിങ്ങൾ അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോന്നിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഉണ്ടാക്കുകയാണ്, എന്തായാലും എൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരും, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ ആ സാമ്പത്തിക പുരോഗതി ഉണ്ടായിരിക്കും. കാരണം അതിനുള്ള തെളിവുകൾ, മതിയായ തെളിവുകൾ യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഫാമിലിക്ക് ആയിക്കോട്ടെ വളരെയധികം സന്തോഷം തരുന്നത്, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സന്തോഷവും സംതൃപ്തിയും തരുന്ന രീതിയിലാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരിക. ഇതൊരു കാര്യമായിട്ട് ഒരു മാറ്റം, അതായത് നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ഈ മാറ്റം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഇനിയുള്ള 6 മാസത്തിൽ വരുന്ന ആ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ആണ്. പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ഡെപ്തിലുള്ളതാണ്. ഓക്കെ, ആ ഒരു ചേഞ്ച് നിങ്ങളത് ഡെഫിനറ്റ്ലി നോട്ട് ചെയ്യും. കാരണം ഇപ്പോൾ അതിൽ നിന്ന് കാര്യമായിട്ടുള്ള വ്യത്യാസം നിങ്ങളുടെ ജീവിത രീതിയിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, പെട്ടെന്ന് ഒരുപാട് പൈസ വരിക എന്നല്ല, പക്ഷെ ആ പൈസ വരുന്നത് ഗ്രാജുവലി ഇങ്ങനെ കൂടി വരുന്നതും സ്റ്റേബിൾ ആയിട്ട് ആ ഇൻകം വരുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ പണത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള ചില മിഥ്യാധാരണകളൊക്കെ നിങ്ങളിൽ നിന്ന് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 2 സെറ്റ് എടുത്തപ്പോഴും ഈ 10 ഓഫ് കപ്സും 10 ഓഫ് കോയിൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് പറയുന്നത് ഇത്രയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക ഭദ്രതയുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് ഈ 6 മാസത്തിനുള്ളിൽ നേടിയെടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ ആ ഒരു ആരംഭം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ആ അവസരങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്താണ്ടാവണത്തെ നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു സ്റ്റെബിലിറ്റി, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അവിടെ ഒരു ഭയമില്ല, സാമ്പത്തികത്തിനെ സംബന്ധിച്ചൊരു ഭയം, ഒരു ടെൻഷനൊന്നുമില്ല. കാരണം നിങ്ങളുടെ ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഉയർന്നു പോവാണ്. ഗ്രാജുവലി ആണെങ്കിൽ അത് ഉയർന്നു പോകുന്നു. പിന്നെയും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങൾ, അപ്രതീക്ഷിതമായ പുതിയ അവസരങ്ങൾ അങ്ങനെ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതിയിൽ പെട്ടെന്നുള്ള ഒരു മുന്നേറ്റം കാണുന്നു.
പിന്നെ ഉണ്ടാകുന്ന ആ ഒരു പുരോഗതി എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക നിലനിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആ ഒരു ഒരിക്കലും ഇനിയൊരു സ്റ്റാഗ്നൻസി നിങ്ങൾ അനുഭവിക്കില്ല എന്ന് കാണുന്നുണ്ട്. പിന്നെ പണത്തിനെ സംബന്ധിച്ച് പൈസ ചെലവാക്കുമ്പോൾ ഒരു ഭയം ഉണ്ടാകുക, അതൊക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ പണത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ മാറുന്നുണ്ട് ഈ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കാര്യമായ ജീവിത രീതിയിലൊരു മാറ്റം അത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. കൊണ്ടുവരാൻ മാത്രമല്ല നിലനിർത്തി പോകാനും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് അറിയാം. ആ ഉണ്ടാകുന്ന മാറ്റം ചെറിയ രീതിയിലാണെങ്കിൽ പോലും അത് നിങ്ങൾക്കത് ഒരു ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് ഒരു എന്താ പറയുക മെന്റലി ഫിസിക്കലി നിങ്ങൾക്ക് അത് ഒരുപാട് സംതൃപ്തിയും ഒരു സന്തോഷവും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സാമ്പത്തിക ഭദ്രത എന്തായാലും അപ്പോൾ ഈ ഒരു 6 മാസത്തിനുള്ളിൽ ഉണ്ടാകുന്ന സാമ്പത്തിക സ്ഥിതിയിലെ പുരോഗതി കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഉറപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവൽ സാമ്പത്തിക ഭദ്രത നിങ്ങൾ ഏത് ലെവലിലാണോ ആഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളിൽ ഉറയ്ക്കും ഈ ഒരു 6 മാസത്തിനുള്ളിൽ. അപ്പോൾ ഈ പറഞ്ഞ ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്യണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അവർക്ക് ലഭിച്ച റീഡിങ്ങുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. സാജിറ്റേറിയസ്, നിങ്ങൾക്ക് സാജിറ്റേറിയസ് പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ZMTA നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഈ പറഞ്ഞ ആൽഫബറ്റ്സ് ഉണ്ടാകാം. അതുപോലെ ഞായറാഴ്ച നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നു. അപ്പോൾ ഞായറാഴ്ച അത് സൂര്യൻ്റെ ദിവസമായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായി തുടങ്ങണം, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു വരുമാനം കൊണ്ടുവരുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയതായി തുടങ്ങണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞായറാഴ്ച തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ആ ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് വളരെ ഫേവറബിൾ ആണെന്ന് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ മെത്തേഡൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞായറാഴ്ചകളിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും അതിൽ പുരോഗതി കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യാനായിട്ട് ഒരു റിച്വലൊക്കെ ചെയ്യാനായിട്ട് 30 ദിവസത്തിൻ്റെയോ മറ്റോ അല്ലെങ്കിൽ 21 ദിവസത്തിൻ്റെയോ ഒക്കെ ഒരു റിച്വൽ ചെയ്യാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഞായറാഴ്ച തുടങ്ങാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓർക്കുക, തന്നിരിക്കുന്ന ഗൈഡൻസ് കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്യുമ്പോഴേ ഈ പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടാകുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആ ഒരു വിശ്വാസവും ആ ഒരു ക്ഷമയും നിങ്ങൾ കാണിക്കണം. ഏറ്റവും വലുത് വിശ്വാസമാണ്. ആ വിശ്വാസത്തിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഫലം ഉണ്ടാകുക എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരെയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന നമ്പറിൽ ദയവ് ചെയ്ത് കോൾ ചെയ്യാതിരിക്കുക. കോളുകൾ ഒട്ടും സ്വീകരിക്കില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യാം. മെസ്സേജസിന് 24 മണിക്കൂറിനുള്ളിൽ എന്തായാലും റെസ്പോണ്ട് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് കോൾ ചെയ്യാതിരിക്കുക. ഞാൻ കോൾസ് സ്വീകരിക്കാറില്ല. അത് അതിനൊരാളുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ നിന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം അങ്ങനെ പോകും. നമുക്ക് മെസ്സേജസ് ആകുമ്പോൾ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആളുകളുടെ ബുക്കിംഗ് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, അതാണ് ആ ഒരു സൗകര്യത്തിനാണ് കോളുകൾ എടുക്കാത്തത് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇനി വരുന്ന 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു മാറ്റം, ഒരു പുരോഗതി കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ഓക്കെ, ഈ ഗൈഡൻസസ് ഫോളോ ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങളോട് ആദ്യം തന്നെ സെൽഫ് ലവിൻ്റെ കാര്യം പറയണേ. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ നെഗ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യമാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ഒരു കളക്റ്റീവിലുള്ള ഭൂരിഭാഗം ആളുകളും നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നല്ലതിന് വേണ്ടി അതിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സ്ഥിതി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക പുരോഗതി, ആ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരണമെങ്കിൽ
നിങ്ങൾ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യണം, നിങ്ങളുടെ സന്തോഷത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യണം, നിങ്ങളുടെ സമാധാനത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യണം, നിങ്ങളുടെ ജീവിതത്തെ പ്രയോറിറ്റൈസ് ചെയ്യണം. ഓക്കെ, അത് ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സന്തോഷവും സമാധാനവും ഒക്കെ സാക്രിഫൈസ് ചെയ്ത് മറ്റുള്ളവർക്ക് സന്തോഷമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ ജീവിതത്തിൽ ഉയർന്നു പോകുന്നതിനോ അതാണ് നിങ്ങൾ കൂടുതൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളെ കണ്ടീഷൻ ചെയ്തുകൊണ്ടുവന്നിരിക്കുന്ന രീതി അങ്ങനെയായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് മനസ്സിൻ്റെ വലുപ്പമാണ് എന്നൊക്കെ ആവും പറഞ്ഞു തന്നിട്ടുണ്ടാവുക. വേണ്ടാന്നല്ല, പക്ഷേ ഒരിക്കലും നമ്മുടെ സന്തോഷവും നമ്മളുടെ മനസ്സിൻ്റെ സമാധാനവും നമ്മുടെ ജീവിതവും സാക്രിഫൈസ് ചെയ്തിട്ടല്ല മറ്റൊരാൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടതും മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കേണ്ടതും. ഓക്കെ, മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടുമല്ല നമുക്കുള്ള സന്തോഷം കണ്ടെത്തേണ്ടത്. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പുരോഗതി കൊണ്ടുവരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ അറിഞ്ഞറിയാതെ നമ്മൾ വേറൊരാളെ വേദനിപ്പിക്കരുത്. അത് നിർബന്ധം തന്നെയാണ്. പക്ഷെ അതേസമയം നമ്മളെ തന്നെ വേദനിപ്പിച്ച് മറ്റൊരാളുടെ ജീവിതവും നന്നാക്കി കൊടുക്കുക, അവർക്ക് നല്ല സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക, അതും ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യാം. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയുന്നു. പിന്നെ നിങ്ങളോട് പറയുന്നത് ടെൻഷൻ അടിക്കാതിരിക്കുക. നിങ്ങൾക്ക് ശരിയാണ് സാമ്പത്തിക സ്ഥിതിയിൽ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെയല്ല എന്ന് വെച്ച് നിങ്ങൾ അതിൽ ടെൻഷൻ അടിച്ചിരുന്നത് കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇല്ല. നിങ്ങൾ ടെൻഷൻ അടിക്കും തോറും എന്താ ഉണ്ടാവണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ലോ വൈബ്രേഷനിലായി ആയി നിങ്ങൾക്ക് വരേണ്ടതായിട്ടുള്ള ചില ഒരു സാമ്പത്തികമായിട്ടൊരു പുരോഗതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങളോ ഉണ്ടാവും, അതുപോലും വരാതെയാവും. കാരണം നിങ്ങൾ ഓരോ വട്ടം കൂടുതൽ ടെൻഷൻ അടിക്കും തോറും നിങ്ങളുടെ എനർജി അത്രയും ലോ വൈബ്രേഷനിലാകുകയാണ്. അപ്പം നിങ്ങൾ കൂടുതൽ നെഗറ്റീവ് എനർജിയിലായിരിക്കുകയാണ് ചെയ്യുക. അപ്പം നിങ്ങൾ ആ ഒരു ട്രാപ്പിലായ പോലെ ആയിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം വരണമെങ്കിൽ അത് വരും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അതിന് ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ വിളിക്കുന്ന ശക്തി ആരാണെങ്കിലും ആ ശക്തിയിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ കഠിനാധ്വാനം ഒക്കെ ആ ഒരു ശക്തി അക്നോളജ് ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക പുരോഗതി കൊണ്ടുവരും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളോട് മനസ്സമാധാനത്തോടെ ഇരിക്കാനാണ് ആദ്യം പറയുന്നത്. നിങ്ങൾക്ക് അർഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കും എന്ന് യൂണിവേഴ്സ് പറയുന്നു. പിന്നെ നിങ്ങളോട് എടുത്ത് പറയുന്നൊരു കാര്യം അതാണ് അന്യായം. അത് നിങ്ങൾ സ്വയം ചെയ്യാൻ പാടില്ല, മറ്റൊരാളോട് ചെയ്യാൻ പാടില്ല. ഓക്കെ, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിലൊരു ന്യായവും നീതി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം എന്ന് പറയുന്നു. അതുപോലെ മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറുമ്പോഴും അവരും ന്യായമായ രീതിയിലാണ് പെരുമാറുന്നത് എന്നും കൂടെ ഉറപ്പുവരുത്താൻ പറയുന്നു. അല്ലാത്തതിനെ നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല, പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ഉയർച്ച കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് വേറൊരാളുടെ സഹായം വേണം എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റേണ്ടതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് അതിനെ കൊണ്ട് കഴിയില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളൊരു തോന്നലായിരിക്കാം, നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ്. ഓക്കെ, നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക പുരോഗതി വരുത്താനായിട്ട് നിങ്ങളാൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുക. ഓക്കെ, അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അവസരങ്ങൾ മുന്നിൽ ഒരുപാട് കാണുക. നിങ്ങൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആലോചിക്കുക, എനിക്ക് എങ്ങനെ ഈ ഒരു എൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ഉയർച്ച കൊണ്ടുവരാൻ സാധിക്കും എന്ന് നിങ്ങൾ ആ ഒരു രീതിയിൽ ആലോചിച്ച് അതിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ അവസരങ്ങൾ വരുമ്പോൾ അതിലേതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്നത്, ആ ഒരു അവസരത്തിനെ ചൂസ് ചെയ്യുക. ലെജിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതായത് നിയമപരമായിട്ട് ഉള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, നിയമപരമല്ലാതെയും പൈസ ഉണ്ടാക്കാൻ പല മാർഗങ്ങളുണ്ട്, അതിലേക്കൊന്നും ദയവ് ചെയ്ത് പോവാതിരിക്കുക. അത് നിങ്ങളോട് എടുത്ത് പറയുന്നുണ്ട്, കാരണം അത് നിങ്ങൾക്ക് തന്നെ ദോഷമാവുള്ളൂ. എല്ലാത്തിനും ഉപരി നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വേണം. ഈ ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഒരു അവസരം വരുമ്പോൾ ഈ അവസരം എടുത്ത് ഞാൻ മുന്നോട്ട് പോയാൽ എനിക്ക് വിജയം ഉണ്ടാകും, ഞാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സ്ഥിതിയിൽ എൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന പുരോഗതി ഉണ്ടാകും എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ ചൂസ് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം, ഒരു ഉറപ്പുണ്ടായിരിക്കണം. ഓക്കെ, ആദ്യം നിങ്ങളൊരു അവസരം ചൂസ് ചെയ്തു, ആ ഒരു ബിസിനസ് ആയിരിക്കാം, ആ ചൂസ് ചെയ്ത് നിങ്ങൾ കുറേ നാൾ മുന്നോട്ട് പോയി. അപ്പോൾ സ്ട്രഗിളിങ് ഉണ്ടാവില്ല. ഒബ്വിയസ്ലി ഒരു ബിസിനസ് ഒന്നിൽ നിന്ന് തുടങ്ങുമ്പോൾ അതിൽ കുറച്ച് അധ്വാനിക്കേണ്ടതായ ഭാഗങ്ങളുണ്ടാവും, സ്ട്രഗിളിങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അയ്യോ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഇത് വേണ്ട എന്ന് വെച്ചു വേറൊരു വഴി നോക്കാൻ പോകുന്നു. അങ്ങനെ പാടില്ല. ആ ഒരു ബിസിനസ്സാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ ആ ബിസിനസ് ഫോക്കസ് ചെയ്യുക, അതിൽ 100% ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നിട്ടിറങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അടുത്ത കാർഡ് തന്നെയാണ് കൺഫേം ചെയ്യുന്നത്. നോക്കൂ,
നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. എത്ര പ്രശ്നങ്ങൾ കണ്ട് അല്ലെങ്കിൽ എത്ര ചാലഞ്ച് ഉണ്ടായോ, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതൊക്കെ കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്, ഇതെൻ്റെ കംഫർട്ട് സോണിന് പുറത്താണ് എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാറ്റവും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ യൂണിവേഴ്സിനെ പഠിക്കാൻ നിൽക്കരുത്. ഒരു മാറ്റവും വന്നില്ലല്ലോ, ഒന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ എൻ്റെ റീഡിങ്ങിൻ്റെ താഴെ പലപ്പോഴും കാണുന്ന കമൻസ് ആണ്, ഒരു മാറ്റം ഉണ്ടായില്ല, നിങ്ങൾ പറഞ്ഞ ഒരു മാറ്റം സംഭവിക്കണില്ല. നിങ്ങൾ ആ ഗൈഡൻസ് എത്രത്തോളം ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഗൈഡൻസ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്ന ഗൈഡൻസിലാണ്, അതിനനുസരിച്ചിട്ടാണ് നമുക്ക് വരുന്ന ഫലം. പിന്നെ നമ്മുടെ വിശ്വാസവും വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ ആ ഗൈഡൻസ് ഫോളോ ചെയ്യുന്നുണ്ട് ശരി, പക്ഷെ ഒരു സംശയത്തോടെയാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നടക്കുമോ, ഇത് നടക്കുമോ അങ്ങനെ ഒരു സംശയത്തോടെ ചെയ്താൽ നടക്കില്ല, ഞാൻ തന്നെ ഗ്യാരണ്ടി പറയാം. ഓക്കെ, നിങ്ങൾക്കൊരു വിശ്വാസമാണ് എന്തായാലും നടന്നിരിക്കും. ഞാൻ ഇതാണ് ഫോളോ ചെയ്ത്, ഞാൻ ഈ പറഞ്ഞ ഗൈഡൻസ് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യാണ്, എനിക്ക് ആഗ്രഹിക്കുന്ന മാറ്റം ഉണ്ടാകും, യൂണിവേഴ്സ് അത് കൊണ്ടുവരും, ഒരൊറ്റ വിശ്വാസം. പിന്നെ അതിലൊരു ചോദ്യം ചെയ്യലില്ല, ഒന്നുമില്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ ചില സമയത്ത് മാറ്റങ്ങൾ വളരെ സട്ടിലായിരിക്കും, വളരെ ചെറിയ രീതിയിലായിരിക്കും. നിങ്ങൾക്കത് ചിലപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്യാതെ പോവും. ഓക്കെ, കാരണം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് വലിയ മാറ്റം, ആ വലിയ മാറ്റം മാത്രമേ നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ടുണ്ടാവും, നിങ്ങളത് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, കാരണം അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളും ഈ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോസിൻ്റെ തല കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഗൈഡൻസ് ഒക്കെ കൃത്യമായി ഫോളോ ചെയ്തിട്ട് മാറ്റങ്ങൾ കിട്ടിയിട്ടുള്ള ആളുകളുമുണ്ട്. അപ്പോൾ കിട്ടാത്തവരോടാണ് പറയുന്നത്, ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഗൈഡൻസ്. ആ ഗൈഡൻസ് ആണ് നോട്ട് ഡൗൺ ചെയ്യുക, ആ ഗൈഡൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, അതിൽ ഒരു കോംപ്രമൈസും പറ്റില്ല. ഓക്കെ, അപ്പോൾ തന്നെയാണ് നിങ്ങൾ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുക. ഇത് സ്വിച്ച് ഇട്ട പോലെ ഉണ്ടാവുന്ന ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളോട് പറയുന്നത് ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോകണം. കാരണം ചാലഞ്ചസ് ഉണ്ടാവും. നിങ്ങൾക്ക് കിട്ടുന്ന പറഞ്ഞ പോലെ അവസരങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യത്തിൽ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകണം. നിങ്ങൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടിയിരിക്കണം. നിങ്ങൾക്ക് വേറെ ഒരു ചോയ്സ് ഇല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക പുരോഗതി നിങ്ങളുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഓക്കെ, എനിക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകണം എന്ന ചിന്തയോടുകൂടെ നിങ്ങൾ അന്വേഷിച്ച് തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് അവസരങ്ങൾ കണ്ടെത്താൻ സാധിക്കുക. അതിൽ നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ആ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഏതാണോ, ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഏതാണോ അതുമായി മുന്നോട്ട് പോവുക. അതിൽ പിന്നൊരു റീതിങ്കിങ് പാടില്ല. വളരെ കോൺഫിഡൻറ്റോടെ മുന്നോട്ട് പോവുക. ചാലഞ്ചസ് ഉണ്ടാവും, അത് ഡെഫിനറ്റ്ലി ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങൾ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിറ്റർമിനൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നോ, അപ്പോൾ ഈ കടമ്പകളൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കടക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും, കൊച്ചു കൊച്ചു അനുഗ്രഹങ്ങളായിക്കോട്ടെ, വലിയ വലിയ അനുഗ്രഹങ്ങളായിക്കോട്ടെ, അതിനെല്ലാം യൂണിവേഴ്സിനോട് നന്ദി പറയാം. നിങ്ങൾ മാക്സിമം നിങ്ങൾ ആയിരിക്കുന്ന സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആയിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുന്ന ചെറിയ അതൊക്കെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക, ഈശ്വരനോട് നന്ദി പറയുക. അതിൽ ഒരു സംതൃപ്തി കണ്ടെത്താനും നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, എന്തിനാണ് ചെയ്യണമെന്ന് ചിലപ്പോഴാണ് നമ്മളൊരു പോസിറ്റീവ് ഒരു ഇമോഷൻസിലായിരിക്കാം. നമ്മളവിടെ എന്നാലും ഇതാണോ, ഇതല്ല, ഞാൻ ആഗ്രഹിച്ചത് ഇതിന് നല്ലതായിരുന്നു, ഇത് മാത്രം പോരാ. ആ പോരാ എന്നുള്ളതാണ് എപ്പോഴും മനസ്സിലെന്ന് വെച്ചാൽ ലാക്ക് മൈൻഡ് സെറ്റാണ്. അതൊരു നെഗറ്റീവ് ഒരു മൈൻഡ് സെറ്റാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും എന്തൊക്കെ കിട്ടിയാലും നിങ്ങൾക്ക് തോന്നുന്നു ഇത് പോരാ ഇങ്ങനെ തോന്നിയോണ്ടേയിരിക്കും. പക്ഷെ നമുക്ക് കിട്ടുന്നതിൽ നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ എക്നോളജ് ചെയ്യുന്നു, യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. ഈ ഒരു നിമിഷം ഞാൻ ഇതിൽ വളരെ കണ്ടന്റാണ്, ഇതിൽ ഇനിയും പുരോഗതി കൊണ്ടുവരാനായിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നൊരു വിശ്വാസത്തിൽ പോകുമ്പോൾ അവിടെ നമ്മുടെ ടോണും ഡിഫറെൻ്റ് ആണ്, നമ്മൾ അനുഭവിക്കുന്ന ഫീലിങ്സും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണ് വേണ്ടത്. പിന്നെ നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങളുടെ വരവ് അറിഞ്ഞുകൊണ്ട് ചെലവ് ചെയ്യുക, അതിൽ നിന്ന് നിങ്ങൾ സേവ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. വെറുതെ സേവ് ചെയ്യുന്നേക്കാളും നിങ്ങൾ ചെയ്യേണ്ടത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ചെയ്യാതെ നിങ്ങൾ അതിനെക്കുറിച്ചൊരു അറിവ് നേടിയെടുക്കുക. ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചും മണി മാർക്കറ്റിനെ കുറിച്ചും ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കുക. ഓക്കെ, അങ്ങനെ ഏതൊരു കാര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ നല്ലോണം അറിവ് നേടിയെടുത്തതിന് ശേഷം മാത്രം അതിലേക്ക് പോകുക. നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു അറിവുകൾ ഉണ്ടാകുന്നോ അത്രത്തോളം നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ അല്ലെങ്കിൽ ആ ഫൈനാൻഷ്യൽ പ്രോസ്പെറിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് നിങ്ങളെ സഹായിക്കും എന്ന് കാണുന്നുണ്ട്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ വീണ്ടും യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ
ഉള്ള ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയതായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ ഒരു ന്യൂ സോഴ്സ് ഓഫ് ഇൻകം ഒക്കെ കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാനായിട്ട് ഒരു പുതിയ കോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കിൽ പഠിക്കുന്നതിനായിട്ടൊക്കെ ഒരു അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കാൻ പറയുന്നു. പ്രത്യേകിച്ച് ഇപ്പം നിങ്ങളുടെ ജോലിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ട്രെയിനിങ് ഒക്കെ അവൈലബിൾ ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ സ്കിൽസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അത് നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനത്തെ എന്തെങ്കിലും ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു സെമിനാർ അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങളത് എന്തായാലും അത് ചൂസ് ചെയ്യണം. ഓക്കെ, അത് യൂസ് ചെയ്യുക. നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഒരു ഗുണത്തിനായിട്ട് നിങ്ങളത് ഉപയോഗിക്കുക. അത് മടി പിടിച്ച് അത് വേണ്ടാന്ന് വെക്കരുത്. അതുപോലെ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനായിട്ട് നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ട്രേഡിംഗ് ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ അതിനെക്കുറിച്ചൊരു അറിവില്ല, ഒരു കൃത്യമായിട്ട് അറിവില്ലാത്തതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാത്തതാണ്. പക്ഷെ നിങ്ങൾക്ക് ആ ട്രേഡിങ്ങിനെ സംബന്ധിച്ച് ഒരു ലെജിറ്റ് ആയിട്ടുള്ള നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ഫീസിബിളാണ്. നിങ്ങൾക്ക് എന്താ പറയുക, കോഴ്സ് അത് പൈസ കെട്ടി പഠിക്കാനൊക്കെ പറ്റും എന്നാണെങ്കിൽ അതിന് പോകുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഫ്രീ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് അറിവുകൾ നേടിയെടുക്കുക. അപ്പം നിങ്ങൾ ഏത് വഴിയിലൂടെയാണോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്തിക്കൊണ്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു മേഖലയെ സംബന്ധിച്ച് മാക്സിമം അറിവുകൾ നേടുക. അതിൽ കൂടുതൽ സ്കിൽസ് നിങ്ങൾ നേടിയെടുക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൽ ഉയരങ്ങളിൽ എത്താനും അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ വരുമാനത്തിൽ ഉയർച്ച കൊണ്ടുവരാനേ സാധിക്കുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നൊരു കാര്യം, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണം. ഓക്കെ, ഗ്രൂപ്പ് 1-ൻ്റെയും 2-ൻ്റെയും മെസ്സേജസിൽ ചില റിപ്പീറ്റേഷൻസ് ഉണ്ട്. പല അവസരങ്ങളും നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങളെ നിർബന്ധിക്കുന്നതായിരിക്കും. ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരണമല്ലോ എന്നൊരൊറ്റ കാരണം കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ വേണ്ടെന്ന് വെക്കാൻ പാടില്ല. നല്ല അവസരങ്ങളാകുമ്പോൾ നിങ്ങൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാൻ നിങ്ങളതൊരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. കാരണം നിങ്ങൾക്കത് വളരെയധികം പുരോഗതി കൊണ്ടുവരുന്നതാണ്. നിങ്ങളോട് പറയുന്ന അതുപോലെ ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതായത് നിങ്ങൾ ഈ എടുക്കുന്ന ഹാർഡ് വർക്കിനൊക്കെ ഫലമുണ്ടായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരും എന്നൊരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. എല്ലാ ദിവസവും ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു മണി ഫ്രീക്വൻസി കേട്ടുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിനെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി ഈ ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്താൽ ഇനി വരുന്ന 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. ഈ ഗൈഡൻസ് എല്ലാം ഫോളോ ചെയ്താൽ ഗ്രൂപ്പ് 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ജീവിതത്തിൽ ഇനി വരുന്ന 6 മാസത്തിൽ അവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ കൂടുതൽ കോൺഫിഡൻ്റ് ആകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, സാമ്പത്തികമായിട്ടുള്ള കാര്യം വരുമ്പോൾ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആകുന്നതായിട്ട് കാണുന്നു. പിന്നെ എന്താ പറയണ്ടേ, വളരെ ധൈര്യത്തോടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ക്ലാരിഫൈ ദ തിങ് ഓഫ് ദാറ്റ്. പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അവസരം വരുന്നത് കാണുന്നു. ഒരു ടൈപ്പ് ഓഫ് ബ്ലെസ്സിങ് ആണ്. ഓക്കെ, അത് വരുന്നത് ഒരു പെർഫെക്റ്റ് ടൈമിലാണ്, ഒരു ഡിവൈൻ ടൈമിംഗ് ആണ്. ആ ടൈമിങ്ങിലാണ് വരുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയം എന്ന് കാണുന്നില്ല, ഒരു സർപ്രൈസ് എലമെന്റ് ആണത്. അപ്രതീക്ഷിതം എന്ന് നമുക്ക് പറയാം. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യമായ മാറ്റം ഈ ഒരു അവസരത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇത് നിങ്ങളെ സംബന്ധിച്ചൊരു അനുഗ്രഹമാണ് എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു അവസരമാണ്. അപ്പം അതിനെ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക. കണ്ടോ, നിങ്ങൾക്ക് അതൊരു ഗുഡ് ന്യൂസ് ആണ്. നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. നിങ്ങൾക്ക് അതൊരു ഇൻവിറ്റേഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇപ്പോൾ ജോബ് സംബന്ധമായിട്ട് ഒരു എന്താ പറയുക പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ ഒരു ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പിനായിട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷം തരുന്നൊരു വാർത്തയാണെന്ന് കാണുന്നു. നിങ്ങൾക്ക് അത് ഒരുപാട് എന്താ പറയണ്ടേ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുരോഗതി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ കൊണ്ടുവരാനത് ഹെൽപ്പ് ചെയ്യുന്നത് കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചൊരു ഭാഗ്യമാണ് ഈ വരുന്ന അവസരം, അതെന്ത് തന്നെയാണെങ്കിലും. ഓക്കെ, ഇത് നിങ്ങൾക്കൊരു പ്രോഗ്രസ് കൊണ്ടുവരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലും സാമ്പത്തിക സ്ഥിതിയിൽ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലും പ്രോഗ്രസ് കൊണ്ടുവരുന്നതാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊരു എന്താ പറയുക, നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു വിജയമാണ് എന്ന് ഞാൻ കാണുന്നു. നിങ്ങൾ അങ്ങനെയാണ് ഈ ഒരു അവസരത്തിനെ കാണുക. നിങ്ങളുടെ ഭാഗ്യം മാത്രമല്ല നിങ്ങളുടെ ഒരു വിജയം കൂടിയാണ് എന്നാണ് നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഇത്രയും നാളും ആ ഒരു എങ്ങനെ ഈ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച കൊണ്ടുവരാം എന്നുള്ള നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിനുള്ള ആൻസറാണ് ഈ വരുന്ന അവസരം എന്ന് കാണുന്നുണ്ട്.
ഈ ഒരു അവസരം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾ ആ ഒരു അവസരവുമായിട്ട് മുന്നോട്ട് പോകുന്നതായി കാണുന്നു. നിങ്ങൾക്കൊരു പ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. Clarify the 7 of Wands. പിന്നെ വേറൊരു എനർജി എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസരം വരുമ്പോൾ പറഞ്ഞ പോലെ ചിലർ അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ തിരിച്ചറിയാതെ അതിനെ വേണ്ടെന്ന് വെക്കാൻ ഒരു ടെൻഡൻസി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവരും അല്ല പറയുന്നത്, പക്ഷെ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. ഈ ഒരു അവസരത്തിനെ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ ഒരു അവസരത്തിനെ നിങ്ങൾ എന്തായാലും സ്വീകരിക്കാം. ഓക്കെ, കാരണം ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ എത്രത്തോളം ഉയരത്തിൽ എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ ആ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഈ ഒരു അവസരത്തിലൂടെ നടക്കുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസം ഈ ഒരു കാര്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾക്കതൊരു റിജക്റ്റ് ചെയ്യാനൊരു ടെൻഡൻസി. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതെന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ഒരു ഭയം കൊണ്ടാണ് നിങ്ങൾക്ക് എന്താണ് ഫ്യൂച്ചർ, ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നൊരു അറിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് സിറ്റുവേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകാനും നിങ്ങളത് വേണ്ടെന്ന് വെക്കാനും ഒരു സാധ്യത കാണുന്നത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഡീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു റീബർത്ത് കൊണ്ടുവരാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഒരു 6 മാസത്തിനുള്ളിൽ ഈ ഒരു അവസരത്തിനാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഗൈഡൻസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസരമാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിനെയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെയും വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്കൊരു പുനർജന്മം കിട്ടിയ പോലെ ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്കാണ് നിങ്ങൾ എത്തിക്കുന്നത്. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലൊരു വഴിത്തിരിവായിട്ടും നിങ്ങൾക്കൊരു ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു അവസരത്തിനെ കാണുക. നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും ഈ ഒരു അവസരത്തിനെ കുറിച്ച് അറിയുമ്പോൾ. നിങ്ങൾക്കതിൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾക്കൊരു ടെൻഷൻ, അതായത് ഇതെന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു ചിന്ത, നിങ്ങളുടെ കംഫർട്ട് സോണ് പുറത്തായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണം, അതിനൊരു ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരേണ്ട കാര്യമാണ്. ഓക്കെ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങളിതിന് റെഡിയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സ്വീകരിക്കാൻ നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡിയാണ്. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാം. ഒരു ടെൻഷനും വേണ്ട എന്ന് ചുരുക്കം. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അവർക്ക് ഈ ഒരു പിക്കച്ചാം റീഡിങ്ങുമായി ബന്ധപ്പെട്ട് നൽകുന്ന ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. നിങ്ങൾക്കാണ് വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലൂസ് ലഭിച്ചതെന്ന് ഞാൻ പറയും. കാരണം ഇനിയുള്ള 6 മാസത്തിൽ ഈ പറഞ്ഞ മാസങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ മെയ് മാസത്തിൽ തന്നെയാണ് ഈ റീഡിങ് കാണുന്നതെങ്കിൽ നവംബർ വരെയുള്ള ടൈമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ജൂൺ, ജൂലൈ, ഒക്ടോബർ മാസം അതിൽ വരുന്നതാണ്. അതുപോലെ ഓട്ടം, ഫോൾ സീസൺ ആ സമയത്ത് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ മാസങ്ങളിൽ പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ 8, 11, 23, 27, 29 വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ പറയുന്ന അവസരം നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു മാസത്തിൽ പറയുന്ന ഏതെങ്കിലും ഒരു തീയതിയിലാവും വരിക. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗൈഡൻസ് ഫോളോ ചെയ്യുക. ബാക്കിയെല്ലാം നിങ്ങൾക്ക് സ്വയം കണ്ടറിയാൻ സാധിക്കും. നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ അതനുസരിച്ചിട്ടാണ് മാറ്റങ്ങൾ സംഭവിക്കുക. ഓക്കെ, ഗൈഡൻസിന് എപ്പോഴും പ്രാധാന്യം നൽകുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ റീഡിംഗ് ഷെയർ ചെയ്ത് കൊടുക്കുക. റീഡിംഗ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കാനും മറക്കരുത്. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ദയവ് ചെയ്ത് തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് മെസ്സേജ് വഴി മാത്രം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. കോളുകൾ അത് വാട്സപ്പിലൂടെ ആണെങ്കിൽ അല്ലാതെയും കോൾ ചെയ്താൽ അത് സ്വീകരിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക്
നമ്മളിനിയും മറ്റൊരു റീഡിങ്ങിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ റീഡിംഗ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കാനും മറക്കരുത്. ഈ ഒരു ടോപ്പിക്കിൽ ഇംഗ്ലീഷിൽ ഞാൻ റീഡിംഗ് ചെയ്തതാണ്. അപ്പോഴാണ് മലയാളത്തിൽ വേണം എന്ന് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് മലയാളത്തിൽ ഒരു റീഡിംഗ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷിൽ ചെയ്തിട്ടുള്ള റീഡിങ്ങിൻ്റെ മലയാളം വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് അറിയിക്കുക. ഓക്കെ, ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് നിങ്ങളുടേതായി ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു മാറ്റം, ഒരു പുരോഗതി കൊണ്ടുവരുന്നതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു പുരോഗതി കൊണ്ടുവരുന്നതിന് അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവർക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾ ഏതൊരു വഴിയിലൂടെയാണോ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരുത്തണം അല്ലെങ്കിൽ ഒരു പുരോഗതി കൊണ്ടുവരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് നിങ്ങളൊരു പുതിയ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സൈഡ് ഹസിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള മാക്സിമം അറിവുകൾ ശേഖരിച്ച് അതിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പറയുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിട്ടേൺ, ആ ഒരു സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ലഭിക്കുന്നതിന് സഹായകമാകുക എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഇപ്പം നിങ്ങളുടെ ഫാമിലി മെമ്പർ ആരെങ്കിലും, ഓക്കെ, നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പറാണെന്ന് കാണുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ പെട്ട ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സജഷൻ, അവരുടെ ഒരു അഡ്വൈസ് തരിക, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സജഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈഡ് ഹസിൽ അവർ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നു, ഒരു അഡ്വൈസ് തരുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ശ്രമിച്ചുകൂടെ എന്ന് പറയുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നിനക്ക് ഈ ഒരു കാര്യം പഠിച്ചുകൂടെ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിക്കൂടെ അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു സജഷനോ ഒരു അഡ്വൈസോ അങ്ങനെ റെക്കമെൻഡേഷൻ എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഈ ഒരു സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക, പ്രത്യേകിച്ച് ഇനി വരുന്ന ഈ 6 മാസത്തിനുള്ളിൽ. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് അതിപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ വന്നിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അല്ലെ സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതാണെന്ന് പറയുന്നു. അതിൽ നിങ്ങൾ ആ ഒരു ഐഡിയയുമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറയുന്നു. നിങ്ങൾക്കത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ നിങ്ങളോട് ഡെഡിക്കേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറയുന്നു. അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക പുരോഗതി നിങ്ങൾക്ക് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നും കൂടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയുന്നത് വെച്ചാൽ മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ആ ഒരു വിഷ്വലൈസേഷൻ അതും വേണം. ഓക്കെ, ആക്ഷൻസ് എടുക്കണം. അതിനോടൊപ്പം തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നതും വിഷ്വലൈസ് ചെയ്യുന്നതും എല്ലാം നിങ്ങളുടെ ആ ഒരു എനർജിയിൽ നിങ്ങളുടെ ഫ്രീക്വൻസി ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസി ആക്കുന്നതിന് സഹായിക്കുമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ എത്തരത്തിലുള്ളൊരു ജീവിതശൈലിയാണോ ഈ ഒരു സാമ്പത്തിക പുരോഗതി വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റം വരും എന്ന് ചിന്തിക്കാം. ആ മാറ്റങ്ങളെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ആ ഒരു മാറ്റങ്ങളെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അതുപോലെ ആ പറയുന്ന നിങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റം വരും എന്ന് പറഞ്ഞല്ലോ. ഈ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. അതിൽ ഏതൊക്കെ കാര്യം നിങ്ങൾക്ക് ഇപ്പോഴേ തുടങ്ങാൻ സാധിക്കും. ചില കാര്യങ്ങൾക്ക് ഇപ്പോഴേ തുടങ്ങാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അത് തുടങ്ങാൻ പറ്റും. ഏതിലൊരു കാര്യങ്ങളും മതി, പക്ഷെ അത് തുടങ്ങാൻ പറ്റുന്നത് ഇപ്പോഴേ തുടങ്ങുക. അതിപ്പോഴേ നിങ്ങൾ നിങ്ങളുടെ ജീവിത ശൈലിയുടെ ഒരു ഭാഗമാക്കി മാറ്റുക. ഓക്കെ, അതൊക്കെ നിങ്ങളെ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക്, ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ എനർജറ്റിക്കലി അലൈൻ ചെയ്യാൻ സഹായിക്കും. അതിലൂടെ എത്രയും പെട്ടെന്ന് ആ റിയാലിറ്റിയിലേക്ക് എത്തിപ്പെടാനും നിങ്ങൾക്കത് സഹായകമാകും എന്ന് കാണുന്നു. പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യും ഡെഫിനറ്റ്ലി. പ്രത്യേകിച്ച് നമ്മളൊരു പുതിയ ഒരു സംരംഭമായിട്ടൊക്കെ മുന്നോട്ട് പോകുകയാണെങ്കിൽ തുടക്കത്തിൽ എന്തായാലും ചാലഞ്ചസ് ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസ്, അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് അർഹതയുള്ളതാണ് എന്ന ഒരു ബോധ്യമുണ്ടായിക്കൊണ്ട് തന്നെ ആ ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ പറയുന്നു. ആ ചാലഞ്ചസ് ആകുമ്പോൾ ചിലപ്പോൾ ഇതെനിക്ക് അർഹത ഉണ്ടാവില്ല, അതുകൊണ്ടാവും ഇങ്ങനെ ഉണ്ടായത്, അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഇതെനിക്ക് അർഹിക്കുന്നതാണ്, എനിക്ക് അർഹതയുള്ളതാണ്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക പുരോഗതി എന്ന് പറഞ്ഞാൽ എനിക്ക് അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്, അതിനെനിക്ക് അർഹതയുണ്ട് എന്ന് ഉറച്ച വിശ്വാസം വേണം. അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ചാലഞ്ചസിനെ ഫേസ് ചെയ്യാനായിട്ട്.
നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ അതിൽ ഡെഡിക്കേറ്റ് ചെയ്യുക കംപ്ലീറ്റ്ലി. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് എത്താൻ. അപ്പം നിങ്ങൾ ഓക്കെ, എൻ്റെ ലൈഫിൽ എനിക്ക് ഈ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ ആയ പോരാ, എനിക്ക് ഇതിൽ മാറ്റം വരണം എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് അതിനുള്ള വഴികൾ നിങ്ങൾ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അവസരങ്ങൾ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ആക്റ്റീവ്ലി എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അല്ലാതെ എനിക്ക് ഈ സ്ഥിതിയിൽ മാറ്റം വന്നാൽ കൊള്ളാമെന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിരുന്നാൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, കാരണം നിങ്ങൾ ഇരിക്കുക എന്നല്ലാതെ നിങ്ങൾ അവിടെ ഒരു ആക്ഷൻ എടുക്കുന്നില്ല, നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുന്നില്ല, കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല, ഒന്നുമില്ല. നിങ്ങളൊരു എന്താ പറയുക, ഒരു മാജിക് പോലെ കാര്യങ്ങൾ മാറി മറിയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ല ഈ ഒരു എന്താ പറയുക മാനിഫെസ്റ്റേഷൻ ജേർണി എന്നൊക്കെ പറയുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട ആക്ഷൻസ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, എൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച കൊണ്ടുവരണം, അതിന് പറ്റുന്ന ഏത് മാർഗമാണ്, എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ മുന്നിലുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കാണണമെന്നില്ലെങ്കിൽ യൂണിവേഴ്സിനോട് പറയാം, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു തരും. ഏത് ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്താലാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക പുരോഗതി എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്കൊന്ന് കാണിച്ചു തരും എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പറിലൂടെ ആയിരിക്കും. അവർ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നിങ്ങളോട് നിനക്ക് ഇങ്ങനെ ഒരു കാര്യം നോക്കിക്കൂടെ, അത് നല്ലതാന്ന് കേൾക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്നൊരു ഫീൽഡ് നോക്കിക്കൂടെ, അതിൽ കരിയർ നോക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് കാണുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു സജഷൻ, ഒരു അഡ്വൈസ് അവർ നിങ്ങൾക്ക് റാൻഡംലി, നിങ്ങളോട് ഒന്നും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊന്നും ആയിരിക്കില്ല, പെട്ടെന്ന് നിങ്ങളോടൊന്ന് പറയുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ പറഞ്ഞ കാര്യം കേൾക്കുക, അതുമായിട്ട് മുന്നോട്ട് പോവുക. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെട്ട ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കുക, മുന്നോട്ട് പോകുക. ഈ ഒരു ഏതൊരു അവസരമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, അതിൽ നിങ്ങൾ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ടായിരിക്കും, കുറേ അറിവുകൾ നേടേണ്ടതുണ്ടായിരിക്കും, അതിനൊക്കെ നിങ്ങൾക്ക് പറ്റണം. നിങ്ങൾ അതിലൊരു മടിയും വിചാരിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ അതിലൂടെ ആ ഒരു കാര്യത്തിനായി ശ്രമിക്കുമ്പോൾ എപ്പോഴും ആദ്യം തന്നെ വിജയം ഉണ്ടാകണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, അപ്പം നിരാശരാവരുത്. നിങ്ങൾക്ക് നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു അവസരം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത്, യൂണിവേഴ്സ് ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ഏറ്റവും മികച്ചതാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ മികച്ചത് ലഭിക്കുന്നത് വരെ നിങ്ങൾ ക്ഷമ കാണിക്കണം. നിങ്ങൾക്ക് നല്ലതല്ലാത്തത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരില്ല. നിങ്ങൾ എത്ര വാശി പിടിച്ചാലും നിങ്ങളിലേക്ക് കൊണ്ടുവരില്ല. അതങ്ങനെ തന്നെയാണ്. പിന്നെ നിങ്ങളോട് വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരിക്കാൻ പറയുന്നുണ്ട്. ചിലർക്ക് കരിയറിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിന് ചിലപ്പം നിങ്ങളൊരു ട്രാവൽ റീലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും. ഒരു യാത്ര കാണുന്നുണ്ട്, അത് നിങ്ങൾക്ക് എന്താ പറയുക, അതിന് നിങ്ങൾ തയ്യാറായിരിക്കണം. അങ്ങനെ തയ്യാറാകാൻ തന്നെ വേണം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല, പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ അതിനോട് യെസ് പറയണം. നിങ്ങൾ തയ്യാറായി മുന്നോട്ട് പോകണം എന്ന് കാണുന്നു. കാരണം ഈ ഒരു അവസരം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയണ്ടേ, ഒരു ഹാപ്പിനെസ് തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അത് ശരിയാണ്. ഇപ്പം നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങളെ പുറത്ത് കടക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അതായിരിക്കും അതിനൊരു ഏകമാർഗം എന്നുള്ളത്. ഓക്കെ, പ്രത്യേകിച്ച് ഞാൻ കാണുന്നത് കരിയർ വൈസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു റീലൊക്കേഷൻ ഉണ്ടാവും. ആ റീലൊക്കേഷൻ അല്ലെങ്കിൽ വേറൊരു ഓപ്പർച്യൂണിറ്റി, വേറൊരു ജോലിയിലേക്ക് മാറുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കാം. അപ്പം നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലം നിങ്ങളുടെ കംഫർട്ട് സോണായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പുതിയ സ്ഥലത്തേക്ക് പോകാമെന്ന് പറയുമ്പം വീണ്ടും എല്ലാ കാര്യങ്ങളായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് മാത്രം അത് വേണ്ടാന്ന് വെക്കരുത് എന്ന് പറയുന്നുണ്ട്. കംഫർട്ട് സോണിൽ പുറത്ത് കിടക്കേണ്ടതാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ എന്താ പറയുക, എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തേടി വരുന്നുണ്ടെങ്കിൽ യെസ് പറയുക, ധൈര്യമായിട്ട് യെസ് പറയുക, മുന്നോട്ട് പോകുക. ഓക്കെ, അതിന് നിങ്ങൾ എന്തൊക്കെ കടമ്പകൾ കിടക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിൽ നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വന്നിരിക്കാം, റീലൊക്കേഷൻ ചെയ്യേണ്ടി വരിക, അതിനോടൊക്കെ യെസ് പറയാം. കാരണം നിങ്ങൾക്ക് പെട്ടെന്നാണ് പിന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിലും മാറ്റം വരിക. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് ഒരു എന്താ പറയണ്ടേ, വല്ലാതെ ഇമോഷണലി ഈ കാര്യങ്ങളെ ഈ ഒരു സാമ്പത്തികമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇമോഷൻസ് കൂടുതൽ ഇൻവോൾവ് ആക്കാതിരിക്കാൻ പറയുന്നു. ഓക്കെ, ലോജിക്കൽ സൈഡും കൂടെ വെച്ച് ഒരു ഈക്വൽ ബാലൻസ് വേണം. ഇമോഷണൽ സൈഡിൻ്റെയും ലോജിക്കൽ സൈഡിൻ്റെയും ഈക്വൽ ബാലൻസ് ഉണ്ടായിക്കൊണ്ട് വേണം നിങ്ങൾ ഈ വരുന്ന ഓപ്പർച്യൂണിറ്റീനൊക്കെ ഫേസ് ചെയ്യാനായിട്ട്. ഓക്കെ, അഡ്രസ്സ് ചെയ്യാനായിട്ട്. അതിലൂടെ അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ശരിയായ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ടു മച്ച് ഇമോഷണൽ ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസിനൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതായ തീരുമാനം എടുക്കാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും. അപ്പോൾ നിങ്ങൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനും പറയുന്നുണ്ട്. ഓക്കെ,
ഇനി നിങ്ങളോട് പറയുന്നത് ഈ പറഞ്ഞ ഗൈഡൻസസ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ കാണുന്നത് 9 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ, സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആഗ്രഹം എവിടെ എത്തണം നിങ്ങൾ ആഗ്രഹിക്കുന്നു, ആ ആഗ്രഹത്തിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് കോയിൻസ് ആണ് നമുക്ക് കാണിച്ചിരിക്കുന്ന ഒരു സിമ്പിൾ. കിങ് ഓഫ് കോയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷറി ആണ്. ഓക്കെ, അവർക്ക് ഒരിക്കലും മണി ഒരു ഇഷ്യൂവേ ആയിരിക്കില്ല ആ വ്യക്തിക്ക്. കാരണം അവർക്ക് ആവശ്യത്തിനും കൂടുതൽ സാമ്പത്തിക സ്ഥിതിയുള്ള അല്ലെങ്കിൽ പണമുള്ള വളരെ നല്ലൊരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ഉള്ള ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്നതാണ് കിങ് ഓഫ് കോയിൻസ്. ആ ഒരു ലെവലിലേക്ക് ഒരു അപ്ഗ്രേഡ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ന് കാണുന്നു. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും എന്താ പറയുക, ഇതിനു മുൻപ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി കൊണ്ടുവരാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും വിഷമങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കാം, തോൽവികൾ നേരിട്ടിട്ടുണ്ടായിരിക്കാം, നഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കാം. അതിന് പകരമായിട്ട് അതിനേക്കാൾ നല്ല അവസരം അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തിക സ്ഥിതി നേടിയെടുക്കുന്നതിന് വേണ്ടുന്ന ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടും അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കരിയറിലും ഒക്കെ മാറ്റം വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അനുഭവിച്ച ആ ഒരു നഷ്ടം, നിങ്ങൾ അനുഭവിച്ച ആ തോൽവിക്ക് പകരം യൂണിവേഴ്സ് ഒരു എന്താ പറയണ്ടേ, ഒരു ന്യായം നടപ്പാക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നടന്നത് അന്യായമായിട്ടുള്ള കാര്യമായിരിക്കും, അവിടെ ഒരു ന്യായം നടപ്പാക്കുന്നു. നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ലെവലിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ടെൻഷൻ, കൺഫ്യൂഷൻ അതൊന്നുമില്ല. ആ ഒരു സ്റ്റാഗ്നൻസി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഗ്നൻസിയിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള, വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമയം. നിങ്ങൾ കംപ്ലീറ്റ്ലി അലൈൻഡ് ആയിരിക്കും. നിങ്ങൾ ഒരു ഹൈ വൈബ്രേഷണൽ എനർജിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു ഫൈനാൻഷ്യൽ പ്രോസ്പെറിറ്റി നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്കൊരു എന്താ പറയുക, വളരെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ. കാരണം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനോടും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയും ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്ന, ഒരു പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് മാറ്റങ്ങൾ സംഭവിക്കുക എന്ന് കാണുന്നു. നിങ്ങൾ എന്തൊക്കെ ബാധ്യതകൾ നിങ്ങൾക്ക് ഇപ്പോഴുണ്ടോ, സാമ്പത്തിക ബാധ്യതകൾ, അതൊക്കെ അവസാനിക്കാൻ ഒരു അവസരം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിന്നെല്ലാം നിങ്ങൾ ദീർഘദൂരം മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. കൂടുതൽ പുരോഗതിയും കൂടുതൽ എക്സ്പാൻഷനും നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിലെല്ലാം ഒരുപാട് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ ലൈറ്റർ ആകുന്നതായിട്ടും കുറച്ചും കൂടെ ലൈഫ് ഒന്ന് റിലാക്സ്ഡ് ആകുന്നതായിട്ടും കാണുന്നുണ്ട്. കൂടുതൽ സ്വസ്ഥത നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഒരു ജീവിതത്തിൽ നിങ്ങൾ തന്നെ വ്യക്തിക്കും നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും വളർച്ച ഉണ്ടാകുന്നതായിട്ടും ഒരു എന്താ പറയണ്ടേ, കൂടുതലൊരു എക്സൈറ്റിംഗ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ എക്സൈറ്റ്മെന്റ് വരുന്നു. അത് നിങ്ങളുടെ ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്യുന്നു. ആ രീതിയിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല പ്രോഗ്രസ്, അതാണ് എനിക്ക് വീണ്ടും കാണുന്നത്. എക്സ്പാൻഷൻ, പ്രോഗ്രസ്, കാര്യമായ ഫോർവേഡ് മൊമെന്റ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിൽ പ്രതീക്ഷിക്കുന്നതിനും മുകളിലായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ അപ്ഗ്രേഡ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അത്രയും മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഇനി വരുന്ന 6 മാസത്തിനുള്ളിൽ. അതിനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ആ വിഷ് ഫുൾഫിൽമെന്റ് നടക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു 6 മാസത്തിൽ നിങ്ങളുടെ ആ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് എക്സ്പാൻഷൻ ആണ്, ഇനി അങ്ങോട്ട് പ്രോഗ്രസ് ആണ്. സാമ്പത്തിക സ്ഥിതിയിൽ ഇനി അങ്ങനെ ടെൻഷൻ അടിക്കേണ്ടതായിട്ട് യാതൊന്നുമില്ല എന്നുള്ളത്. കാരണം അങ്ങനത്തെ മാറ്റങ്ങളാണ് വരുന്നത്. ഇനി ഗ്രൂപ്പ് 3ക്ക് ലഭിച്ചിട്ടുള്ള ഈ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ ക്ലൂസ് ആണ് നൽകാനായിട്ട് സാധിക്കുക?
ഓക്കെ, സാറ്റർഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ശനിയാഴ്ചകൾ ഓക്കെ, അത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്തെങ്കിലും തുടങ്ങുന്നുണ്ടെങ്കിൽ ശനിയാഴ്ച തുടങ്ങുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് 2 ഇനീഷ്യൽസ് കിട്ടിയിട്ടുണ്ട്, KV. നിങ്ങളുടെ പേരിൽ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ പറഞ്ഞ KV ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഫസ്റ്റ് നെയിമിൽ ഈ പറഞ്ഞ ആൽഫബറ്റ്സ് ഉണ്ടാകാം. ജാനുവരി മാസം നമുക്ക് കിട്ടിയിട്ടുണ്ട്, മെയ് മാസം, പിന്നെ സെപ്റ്റംബർ മാസം. അപ്പോൾ ഇനി മെയ് മാസത്തിലാണ് ഞാൻ ഈ റീഡിങ് ചെയ്യുന്നത്. ഇനി വരുന്ന 6 മാസം എന്ന് പറയുമ്പോൾ അതിൽ സെപ്റ്റംബർ മാസം ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചിലപ്പോൾ ഈ മെയ് മാസത്തിലായിരിക്കില്ല റീഡിങ് കാണുന്നത്, കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണെങ്കിൽ ഈ ജാനുവരി മാസം നിങ്ങളുടെ ഈ പറയുന്ന 6 മാസത്തിൻ്റെ ഉള്ളിൽ വരുന്നതായിരിക്കാം. അപ്പോൾ ഈ മാസങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കാണുന്നു. ഇനി 3 തീയതികൾ കിട്ടിയിട്ടുണ്ട്, 2, 4, 13. ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ 3 മാസങ്ങളിലെയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ മെയ് 2-ാം തീയതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ നിങ്ങളുടെ ഈ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച കൊണ്ടുവരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന വന്ന ഡേറ്റുകളും ഈ പറയുന്ന സെപ്റ്റംബർ മാസം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ഒരു ചേഞ്ച് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് എന്ന് കാണുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. നിങ്ങൾക്ക് വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് വഴി മാത്രം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. കോളുകൾ അത് വാട്സപ്പ് കോൾ ആണെങ്കിലും അല്ലാതെ നോർമൽ കോൾ ആണെങ്കിലും സ്വീകരിക്കുന്നതല്ല. ഓക്കെ, മെസ്സേജസിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുള്ളൂ എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. നിങ്ങൾക്ക് മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്കെല്ലാ നന്മകളും ഞാൻ നേരുന്നു. താങ്ക്